ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് നമുക്ക് ഒരു നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ചുരിദാറിൻ്റെ നെക്കാണിത്. ഷുഗർ ബീഡ് ഉപയോഗിച്ചാണ് ഞാനിത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഷിഫോൺ ക്ലോത്താണ്. അതിൽ ഓൾറെഡി ഞാൻ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നെക്ക് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇറക്കവും വീതിയും ഒക്കെ മാർക്ക് ചെയ്യുക. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് വിട്ട് ഒരു മാർക്ക് കൂടി കൊടുക്കാം. അത് വിട്ട് വേണം നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 1/2 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുക്കുന്നത്. ഇവിടെ നെക്കും അതുപോലെ തന്നെ കൈക്കുഴിയും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്കിൽ നിന്നും 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു 1.5 ഇഞ്ച്, ഞാനൊരു 1.5 ഇഞ്ച് വീതിക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വിട്ട് കൊടുക്കാം. 1.5 ഇഞ്ച് വിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുകയാണ്. താഴലോളം, അതായത് ഈ റൗണ്ട് ഷേപ്പ് മുഴുവനായും നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഈ 1.5 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബീഡ് കൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീതി എടുക്കാം. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്കിൽ നിന്നും 1/2 ഇഞ്ച് വിട്ട് ഒരു ചെറിയ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലുള്ള റിങ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റിങ് ക്ലോത്തിൻ്റെ അടിയിൽ വെക്കാം. സ്ക്രൂ ഇല്ലാത്ത ഭാഗം വേണം ക്ലോത്തിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളുടെ ഡിസൈൻ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന വിധം വെക്കുക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാം. അതായത് 2 റിങ് ആയിട്ടാണ് ഉണ്ടാവുക. സ്ക്രൂ ഉള്ള റിങ് കുറച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം മറ്റേ റിങ്ങിൻ്റെ ഉള്ളിലിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ലോത്തും നമുക്ക് നന്നായി ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ക്ലോത്ത് നമ്മുടെ റിങ്ങിൽ കറക്റ്റ് ടൈറ്റായി നിൽക്കും. നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതൊന്ന് തൂങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാകും. ഇനി നമുക്കിതിന് വേണ്ടത് സൂചിയാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലല്ല നമുക്ക് വേണ്ടത്. ഈ സ്റ്റോണൊക്കെ തുന്നാൻ പറ്റുന്ന വളരെ നേരിയ ടൈപ്പുള്ള ഒരു സൂചിയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നൂലാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന തരം നൂലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ബീഡാണ്. ഗോൾഡൻ കളർ ഷുഗർ ബീഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുന്നിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമ്മുടെ സൂചി ക്ലോത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒരു ബീഡ് ഇട്ടതിന് ശേഷം കറക്റ്റ് ആ ബീഡിൻ്റെ അളവ് ഫോക്കസ് ചെയ്ത് നേരെ താഴേക്ക് കൊണ്ടുപോകാം. കണ്ടോ, ഇതേപോലെ കറക്റ്റ് ഫോക്കസ് ചെയ്തതിന് ശേഷം താഴേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ആ ബീഡ് അവിടെ ഫിക്സായി. നെക്സ്റ്റ് തൊട്ടപ്പുറത്തു കൂടി നീഡിൽ വീണ്ടും മുകളിലേക്ക് എടുക്കാം. അതിലേക്ക് ഒരു ഷുഗർ ബീഡ് കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ കറക്റ്റ് ഫോക്കസ് ചെയ്ത്, കാരണം ആ ബീഡിൻ്റെ അളവ് കറക്റ്റായി എടുക്കണം. നൂല് പുറത്ത് കാണാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ തുന്നിക്കൊടുക്കുന്നത്. ഇത് മുകളിലേക്ക് വീണ്ടും എടുക്കുക. വീണ്ടും ബീഡ് കോർത്തതിന് ശേഷം താഴേക്ക് കൊണ്ടുപോകാം. എന്നാൽ ഇതിന് ഞാൻ വേറൊരു എളുപ്പ വഴി കൂടി പറഞ്ഞു തരാം. ഇതേപോലെ ബീഡ് കോർക്കുക. അതിനുശേഷം സൂചി താഴേക്ക് കൊണ്ടുപോയി അവിടുന്ന് തന്നെ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ നമുക്ക് തുന്നാൻ അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയും. കണ്ടോ, ഇതേപോലെ താഴേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് തന്നെ മുകളിലേക്ക് എടുക്കാം. അല്ലാതെ നീഡിലും അതുപോലെ നൂലും ഒന്നും താഴേക്ക് കൊണ്ടുപോകാതെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തേക്ക് എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. കാരണം ഒരു ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം നേരെ താഴേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ തൊട്ടപ്പുറത്തേക്ക് നമ്മൾ നീഡിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെ നമുക്കിത് മുഴുവനായും ചെയ്യാം. കൃത്യമായ ഒരളവിൽ വീട് വെക്കണം എന്നില്ല. നമുക്ക് ഏതാണ്ട് ഒരളവിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ ഒരു ഈക്വൽ ലെവലാവണം. ഒത്തിരി ദൂരമോ അല്ലെങ്കിൽ ഒത്തിരി അടുത്തോ ചെയ്യാൻ പാടില്ല. അതൊരളവ് മാർക്ക് ചെയ്ത് നമ്മൾ ബീഡ് തുന്നേണ്ട ആവശ്യമില്ല. നമുക്ക് തുന്നിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ ഒരളവിൻ്റെ ബാലൻസ് നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ മുഴുവനായും നമുക്ക് തുന്നിയെടുക്കാം. തുന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ബീഡുകൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പ് വരാൻ പാടില്ല, അതുപോലെ തന്നെ ഒത്തിരി അടുത്ത് വരാനും പാടില്ല. ഒരു ഈക്വൽ അളവായിരിക്കണം ഉണ്ടാകേണ്ടത്. അതുകൂടാതെ നമ്മുടെ ഈ സൂചി വളരെ ഫ്ലെക്സിബിൾ ആണ്. മറ്റ് സൂചി പോലെ വളരെ ഉറപ്പുള്ളതോ അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് നമുക്കിത് അടിയിലേക്ക് കൊണ്ടുപോയി തൊട്ടപ്പുറത്തേക്ക് ഈസിയായി എടുത്ത് തുന്നാൻ പറ്റും. ഞാനിവിടെ 50 രൂപയ്ക്കാണ് ഷുഗർ ബീഡ് വാങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെക്ക് മുഴുവനായും ഡിസൈൻ ചെയ്തെടുക്കാം. അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഗ്രാൻഡായും അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുമുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ക്ഷമ കൂടിയേ തീരൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് കട്ട് ചെയ്ത് മെഷീനിൽ കൊണ്ടുപോയി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ഓരോ ബീഡും നമ്മൾ തന്നെ കോർത്ത് നമ്മൾ തുന്നിയെടുക്കണം. അപ്പോൾ കുറച്ച് ക്ഷമ ഇതിനാവശ്യമാണ്. ഇങ്ങനെ നമ്മൾ തുന്നിയിട്ട് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ഹാൻഡ് വാഷ് മാത്രമല്ല മെഷീൻ വാഷ് കൂടി ചെയ്യാം. ഇളകി പോവുകയൊന്നുമില്ല, നല്ല പെർഫെക്റ്റായി അവിടെ തന്നെ നിൽക്കും. ഇതേ മെത്തേഡിൽ നമുക്ക് നെക്ക് മുഴുവനും ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പം കാണാം, ഞാനിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിറകുവശം നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇതേപോലെയാണ് ഇതിൻ്റെ പിറകുവശം ഉണ്ടാവുക. ലാസ്റ്റ് നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ച് അടിവശത്തൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അത് മുറിച്ച് മാറ്റാം. കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.